നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യത്തിനടുത്ത് ചെക്കാലമുക്കിനടുത്ത് വികാസ് നഗർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു യത്തീംഖാനയുടെ അടുത്ത്, അല്ലെങ്കിൽ മുസ്ലിം പള്ളിക്ക് അടുത്ത് അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയ വഴിയിൽ പുറകിലോട്ട് വരുമ്പോൾ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ രാവിലെ കിണറ്റിലേക്ക് നോക്കുന്ന സമയത്ത് കിണറ്റിലൊരു അതിഥിയെ കൊണ്ടുവന്നത് വിളിക്കേണ്ട. നമസ്കാരമല്ല, ഇവിടെ ആളുണ്ടായിരുന്നോ? സോറി, സുഖമായിരിക്കുന്നില്ല. ഇത് തന്നെയാണോ വഴി? ആ, ഏത് കണ്ട? ഇതോ, ഇത് തന്നെയാണല്ലോ. കുടിക്കാൻ വെള്ളം എടുക്കുന്ന സ്ഥലം തന്നെ. അപ്പം നമുക്ക് നോക്കാം അതിഥി ആരാണ്. ഇവരെല്ലാം നാട്ടുകാരാണ്. ഇവരൊന്നും അറിഞ്ഞിട്ട് എനിക്കാണ് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ കേട്ടോ. ആരും അറിഞ്ഞിട്ടില്ല. രാവിലെ വെള്ളം കയറിയോ? ഓ, അങ്ങനെ അങ്ങനെ. പൊത്തിനകത്ത് നേരത്തെ കണ്ടായിരുന്നോ? പൊത്തിനകത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയിട്ട് കണ്ടില്ല. ഒരു ദിവസം ഇവിടെ ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഈ സൈഡിൽ നിൽക്കുന്ന കണ്ട് പിന്നെ നോക്കിയിട്ട് ഇതിനെ കണ്ടില്ല. അപ്പോൾ അവിടെ പൊത്തുണ്ടായിരുന്നു അല്ലേ? പിന്നെ അനുസരിച്ച് വെള്ളം പൊങ്ങിയ ശേഷമാണ്. വെള്ളം ഒത്തിരി പൊങ്ങിയായിരുന്നോ? ആ, വെള്ളം ഒത്തിരി പൊങ്ങി, മഴയത്ത് പൊങ്ങി. ഓഹോ. നമ്മൾ സമയം കളയുന്നില്ല. ആദ്യം ഓരോന്നോരോന്ന് എടുത്ത് മാറ്റിയാലേ പറ്റും. കാരണം ഇവിടെ 4 ചുറ്റും ഹോളാണ്. പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ ഇതിന് മുന്നേ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് വീഴാനായിട്ടുള്ളൊരു സാഹചര്യം അറിയാമല്ലോ. ആ ഹോള് കണ്ടോ? ആ ഹോള് ഈ ഹോളുമാണ്. ഇങ്ങനെ പൊഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ആൾ നിൽക്കുന്നത് തന്നെ അപകടമാണ്. കാരണം ഇവിടെ ആൾ നിൽക്കുമ്പോൾ അതിൻ്റെ അടിയിലൊന്നുമില്ല കണ്ടോ? ആ തൂണ് മാത്രം അങ്ങനെ ഇരിക്കണം. അതിൻ്റെ അടിയിലോട്ട് ആൾ നിൽക്കാറുന്നല്ല, അല്ലെങ്കിൽ എല്ലാം കൂടി ഇടിഞ്ഞങ്ങ് താഴെ പോകും. നമുക്ക് ഈ കയറിട്ട് ഇറങ്ങിയെടുക്കാൻ എന്തായാലും പറ്റില്ല. ഇറങ്ങുമ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞ് മണ്ടയിൽ അറിയില്ല. ഞാൻ ഇതിന് മുന്നേ ഒരു കിണറ്റിൽ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ ആളുകൾ കൂടി നിന്ന് ഇതെല്ലാം കൂടെ മറിഞ്ഞ് താഴെ വീണതിൻ്റെ ജസ്റ്റ് എൻ്റെ തലയിൽ വീഴാതെ ഈ തൂൺകെട്ടി എല്ലാം അകത്ത് വീണെന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ നിന്ന് അന്ന് സ്റ്റിക്കറായേനെ. വലിയ ആഴമുള്ള കിണറുമായിരുന്നു. വലിയ വിസ്താരം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അപകടം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരുടെയും മാറി നിൽക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കയറിട്ട് ഈ കയർ ഉപയോഗിച്ച് നമ്മളത് എടുക്കാൻ പോവുകയാണ്. കയറിട്ട് പതുക്കെ എടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ കിണറ്റിൻ്റെ അടുത്തോട്ട് ആരും വരരുത്. പറയാൻ തലയൊക്കെ കാത്തു വെച്ചു. കയറിലൊന്ന് കയറി. പക്ഷെ കയറിയൊരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ കയറി വരുമ്പോൾ ഏതെങ്കിലും മാളത്തിൽ പിടിച്ചാൽ പണിയാണ്.
അതിൽ പതുക്കെ കയറിയിട്ടുണ്ട് കയറിൽ, ഇറങ്ങി പോകുമെന്നറിയില്ല. പതുക്കെ ഓവർ വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ഊളായിട്ട് പോവുകയാണ്. അപ്പോൾ കുരുക്കിൽ കയറി വരുമോയെന്നറിയില്ല. കുരുക്കിൽ കയറിയിട്ടുണ്ട്, തിരിച്ച് പോകുമെന്നറിയില്ല. ഇതാ കയറി എല്ലാവരും നോക്കിക്കണേ. അടിപൊളി. വേണ്ട ഇങ്ങനെ ആയിരിക്കും കയറി പോകണ്ട, ഈസി ആയിട്ട് അകൻ്റെ ലോകത്ത് കയറി. വേണ്ട ഇത്രയും ചെറിയ ഹൈറ്റ് ആയതുകൊണ്ടാണ് കയറുന്നത്, വലിയ ഹൈറ്റാണെങ്കിൽ കയറത്തില്ല. എന്തായാലും നല്ല ഒരു സൈസ്, നല്ല സൈസ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ചെറിയ സൈസ് എന്നേ പറയാൻ പറ്റില്ല. 5 വയസ്സിനേറെ പ്രായം വരുന്ന പടം പൊഴിക്കാറായ നല്ല ടയേർഡായ ഒരു പെൺമുറുക്കിന് അതിഥിയാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ചേട്ടാ ഒരു സ്റ്റാക്കിങ് തരാൻ വേണ്ട. അപ്പോൾ നമ്മൾ ഒരുപാട് എന്ന് വെച്ചാൽ ഇവർ രാവിലെ കണ്ടു ആ സമയം തൊട്ടത് നല്ല വെള്ളത്തിലിങ്ങനെ ഇതെടുത്ത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ചാക്കിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിനെ ചാക്കിലാക്കി. അപ്പോൾ നമുക്കൊരുപാട് കോളുകൾ ഇനി വെയിറ്റിങ്ങിലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. എന്തായാലും ഇന്നത്തെ ആദ്യത്തെ അതിഥി കിണറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞു. അതെടുത്ത് നമ്മളിങ്ങനെ പൊക്കിയപ്പോഴാണ് അടുത്തൊരു കോൾ വരുന്നത്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, നമ്മുടെ ചാക്കയ്ക്കടുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പണിയുന്നൊരു സ്ഥാപനത്തിൻ്റെ ടാങ്കിനകത്ത് ഒരു അതിഥിയെ, പുറകിലത്തെ ടാങ്കിനകത്ത് ഒരു അതിഥിയെ കണ്ടു എന്ന് പറയും. എന്താണ് അതിഥി എന്ന് പറഞ്ഞിട്ട് സുഖമായിരിക്കുന്നല്ലോ, സുഖം. ഫോളോ മീ. ഓ ഇവിടെ ടാങ്കല്ലേ, ഓ ഇതിനകത്തോ, ഓ
നീർക്കോലി എന്നറിയപ്പെടുന്ന ചെക്കെയിൽഡ് കീൽബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന വാട്ടർ സ്നേക്ക് എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താ പറയുക പോളോവൻ എന്ന് വിളിക്കാറുണ്ട്, നീർക്കോലി എന്ന് വിളിക്കാറുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് അപരനാമങ്ങൾ അറിയപ്പെടുന്നത്. വെള്ളത്തിൽ കിടക്കുന്നതുകൊണ്ട് ചില ആൾക്കാർ എന്നിട്ട് വെള്ളമണ്ഡലി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും അതിൻ്റെ പേരുകളല്ല യഥാർത്ഥത്തിൽ. പക്ഷേ ഇതിൻ്റെ പേര് നീർക്കോലി എന്നാണ്. അത് നമുക്കിവിടെ കാണാം, വെള്ളത്തിൽ ഇങ്ങനെ പൊന്തിച്ച്. പക്ഷേ ഇത്രയും വെള്ളമേ ഉള്ളൂ. ഇത് വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ താഴ്ന്നിരിക്കാൻ പറ്റുന്ന പാമ്പതിഥികളിൽ 3 പേരാണ്. ഒന്ന് നമുക്കറിയാം നീർക്കോലി, ഒന്ന് കണ്ടൻ പാമ്പ് എന്നറിയപ്പെടുന്ന ഡോഗ് ഫൈസ് സ്മൂത്ത് വാട്ടർ സ്നേക്ക്, പിന്നെ ഉള്ളത് പെരുമ്പാമ്പ്. ഒത്തിരി സമയം വെള്ളത്തിനടി താന്നിരിക്കും. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. നമുക്ക് എന്തായാലും ഇദ്ദേഹത്തെ ഇറങ്ങിയാലേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇതൊന്ന് മാറ്റി ചെറിയ ഗോവണി എണിയുണ്ടോ നോക്കാം. ചെറിയ ലാഡർ കിടപ്പുണ്ടോ? അപ്പോൾ നമ്മൾ ഏണി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ടൈപ്പ് കണ്ടുപിടിച്ച ഏണിയാണിത്. ഇത് നമ്മുടെ 407 അല്ല നമ്മുടെ വാൽമാർക്കയുടെ പുറകിൽ ലോഡ് കയറ്റാൻ വേണ്ടി ഇരിക്കുന്ന പുതിയ കണ്ടുപിടുത്തുള്ള ഏണിയാണ്. അപ്പോൾ നമ്മളിത് പതുക്കെ, മറ്റേ ഏണിയൊന്നും നമുക്ക് കിട്ടാനില്ല. ഏണിയിലിറങ്ങി പതുക്കെ കാത്ത് വയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രശ്നം. വെച്ചു. വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും കണ്ടോ, ഇത് നമുക്ക് കാരണം ഇതിൽ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ വെച്ച് കുറഞ്ഞ വെള്ളമൊക്കെയാണ്. വെള്ളത്തിന് ഹൈറ്റ് ഇല്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ പാടത്തോടൊക്കെ നടന്നു ചെറിയ വെള്ളമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ കടിക്കാം, ഏത് പാമ്പും കടിക്കാം. അതിന് നീർക്കോലിയിൽ തന്നെ വേണമെന്നില്ല, മൂർക്കനോ അണലിയോ ഏത് പാമ്പും വെള്ളത്തിൽ താന്ന് കിടക്കുമ്പോൾ ചെറിയ വെള്ളത്തിലൊക്കെ താന്ന് കിടക്കാറുണ്ട്. കാരണം വേനലൊക്കെ ആകുമ്പോൾ അല്ലാത്തപ്പോഴൊക്കെ. അപ്പോൾ നമ്മൾ ചവിട്ടിയാൽ കടിച്ചാൽ വെനം കയറില്ല എന്ന് പറയുന്നത് മണ്ടത്തരാണ്. ചെറിയ അളവിലെങ്കിലും നമ്മളെ ശരീരത്തിലേക്ക് കയറും. ബാക്കിയുള്ളത് വെള്ളത്തിൽ അങ്ങ് കലങ്ങിപ്പോവുള്ളൂ. പക്ഷേ ചെറിയ അളവിലെങ്കിലും ആ മുറിവിൽ കൂടി ആദ്യത്തെ ആ പ്രസിങ്ങിൽ കൃത്യമായിട്ട് കയറാൻ സാധ്യതയുണ്ടെന്നല്ല ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അങ്ങനെ അദ്ദേഹം താന്ന് അങ്ങനെ കിടക്കുന്നു. പണ്ടൊക്കെ പറയും നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുള്ളത്, നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങി എന്നുള്ളതല്ല. ഇതുണ്ടോ, നീർക്കോലി നമ്മൾ വാല് കയറ്റി പിടിച്ചാൽ വാല് കറങ്ങിയിട്ട് വാലത് പൊട്ടിക്കും. വാല് പൊട്ടിപ്പോവും. വാലിന് ഇവിടെ എങ്ങനെ പിടിച്ചാൽ വാല് കറങ്ങിയിട്ട് പൊട്ടിപ്പോകും. ഞാൻ അപ്പുറത്ത് വരാം. എനിക്ക് ഇതായതുണ്ടല്ലോ നീർക്കോലി. നമുക്ക് ആലപ്പുഴയിൽ നിന്ന് കിട്ടിയ നീർക്കോലി നല്ല സൈസ്. നമ്മളൊരിക്കൽ രാജാമാരെ എടുത്തിട്ട് വന്നാൽ നമ്മളെ പ്രേക്ഷകർ മറക്കാൻ സാധ്യതയില്ല. ഒരു വലിയ നീർക്കോലി നമുക്ക് കിട്ടി. പക്ഷേ നമ്മൾ അതിനെ വീട്ടിൽ കൊണ്ടുവന്നു. പിടിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മുട്ടയുണ്ടെന്ന്. 60-ലേറെ മുട്ടയിട്ട് കുഞ്ഞു വിരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വലിയ നീർക്കോലി കിട്ടുന്നത്, കറുത്ത കളറിൽ കിട്ടുന്നത് നമ്മുടെ മഹാരാഷ്ട്ര യാത്രക്കിടയിലാണ് നമുക്ക് നല്ല സൈസുള്ള വാട്ടർ സ്നേക്ക് ചെക്കെയിൽഡ് കീൽബാക്കിനെ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ അപ്പുറത്ത് ഏണി വഴി, അപ്പോൾ ഇത് ചുമ്മാ തുടിക്കും. ഇങ്ങനെ തുടിക്കുമ്പോൾ ഈ വാല് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ മുകളിലോട്ട് വരാം. ഇനി നീർക്കോലിൻ്റെ പ്രത്യേകത നോക്കിയുള്ളൂ. എങ്ങനെ കടിക്കാൻ വരിക, ഇത് കണ്ടോ, എങ്ങനെ ചാടി കടിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ്. നോക്കിയുള്ളൂ, നന്നായിട്ട് ചാടി കടിക്കുക. ഇത് കാണിക്കുന്നത് നമ്മൾ ഇതിൻ്റെ കടി കാണിക്കുന്ന ഒരുപാട് ആൾക്കാർ നീർക്കോലി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകാൻ വേണ്ടിയിട്ട് അത് മൂർഖനാണോ എന്ന് ചോദിച്ചിട്ടുള്ള സംഭവമുണ്ട്. കാരണം ഇങ്ങനെ പത്തി ഇങ്ങനെ വിടർത്തും പോലെ ഇങ്ങനെ തല പൊന്തിച്ച് പോകണ്ട, ഇങ്ങനെ പോകാറുണ്ട്. കണ്ട, ഇങ്ങനെ പോകും, നല്ല കുതിച്ച് കടിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്നും സംശയങ്ങളാണ്, ഇത് നീർക്കോലിയാണോ? ശരിയാണ്, നീർക്കോലി. നോക്കിക്കോളൂ, നീർക്കോലി തന്നെയാണ്. ഇതിന് ഡെമോ ചെയ്യുന്നത്, ഇത് കാണിക്കുന്നത് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നമുക്കിത് നീർക്കോലിയൊക്കെ ഒരുപാട് പിടിച്ചിട്ടുള്ള ആളാണ് ഞാൻ, ഒരുപാട് കടി വാങ്ങിയിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇത് ഡെമോ ചെയ്യുമ്പോൾ നമുക്ക് അഥവാ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇങ്ങനെ ചാടി കടിക്കും. പോകുന്ന സമയത്ത് പത്തി ഇങ്ങനെ വിടരും പോലെ, ഇങ്ങനെ ബോഡി ഇങ്ങനെ വികസിച്ച് പോകും പോലെ ഇങ്ങനെ ഇങ്ങനെ കടിച്ച ചുമ്മാ ഇങ്ങനെ കടിക്കും. നല്ലതാണ്. ഇതാണ് കടി. നന്നായിട്ട് കടിക്കും. കടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വേറെ പ്രശ്നം ഇതാണ്. ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ നല്ല ബ്ലഡ് പോവും, നന്നായിട്ട് ബ്ലഡ് പോകും. പക്ഷേ അപകടമൊന്നുമില്ല. നീർക്കോലി കടിച്ചെന്നും പറഞ്ഞു ഇപ്പോൾ നമ്മളിത് നിങ്ങളെ മനഃപൂർവ്വം കടി വാങ്ങി കാണിച്ചു തന്നെയാണ്. കാരണം കടിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഇത് നല്ല ചെറിയ വേദന, വലിയ വേദനയൊന്നുമല്ല, ചെറിയ വേദന, പല്ല് കൊള്ളുന്ന വേദന. ഒത്തിരി പല്ലുണ്ടാവും. ആ ബ്ലഡ് അങ്ങനെയും കൊലിച്ചു. അപ്പോൾ നമുക്ക് അറിയാമല്ലോ, വേനമുള്ള പാമ്പിൻ്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് നല്ല കടി കഴിഞ്ഞാൽ നന്നായിട്ട് അവിടെ വീർത്ത് നീര് വെച്ച് പോകും. നീര് വെച്ച് നന്നായിട്ട് ഇതിപ്പോൾ അവിടെ നിന്ന് ഇവിടെ കടിക്കാം. നോക്കിക്കോളൂ, ഇതാണ്ട ഇങ്ങനെ കടിക്കും. കടിച്ചിട്ട് പുറകിലൊരു ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം,
നീർക്കോലിയാണ്. നീർക്കോലി കടിച്ചാൽ ഒരു പ്രശ്നമില്ല, നീർക്കോലി. തലൻ്റെ ഷേപ്പ് നോക്കിക്കൊള്ളുക. വരാൽ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തലയുടെ ചെറിയൊരു ഷേപ്പ് ഉണ്ട്. പിന്നെ താപ്പോട്ട് വന്ന പച്ച കളറ്, ഈ ഡോട്ട്, ഈ കളർ നോക്കിക്കൊള്ളുക. ഈ കളർ അത് ഇവൻ്റെ ഒരു പ്രത്യേകതയാണ്. നന്നായിട്ട് കടിക്കും, ചാടി കുതിച്ച് കടിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ അറിയാലോ ഇവൻ്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ മീനും തവളയും ഒക്കെ പിടിക്കാണ്ട്. അതിലുപരി നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് നന്നായിട്ട് നമ്മുടെ വീട്ടിൽ മത്തിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ നന്നായിട്ട് വേസ്റ്റ് വന്ന് കഴിക്കുന്ന ഒരു പ്രവണത കൂടിയുള്ള പാമ്പാണ് നീർക്കോലി. ഇങ്ങനെ വന്ന് കടിക്കും. കണ്ട ഇങ്ങനെ ചാടി കടിച്ചുകൊണ്ടേയിരിക്കും. ചാടി തുള്ളി കടിക്കുന്ന ഒരു പ്രത്യേകത കൂടി നമ്മുടെ നീർക്കോലി അതിഥികൾക്കുണ്ട്. ഇതാണ് പൊളവനും നീർക്കോലി ചക്കയിളകിയിൽ ബാക്ക് സ്നേക്ക് എന്നറിയപ്പെടുന്ന എല്ലാം ഇത് തന്നെയാണ്. കണ്ണിൻ്റെ പുറകിൽ 2 പുരിയം വരച്ചാണ്ട. ഇത് കുറച്ച് കഴിയുമ്പോൾ ബ്ലഡ് അങ്ങ് നിൽക്കും, നല്ല മുറിവുണ്ടാവും. പൂർണ്ണമായും ഒരു ശുദ്ധജല ജീവിയാണ് നീർക്കോലി അഥവാ ചെക്കേർഡ് കീൽബാക്ക്. കുളങ്ങൾ, തോടുകൾ, കണ്ടങ്ങൾ തുടങ്ങിയവയിലും സമീപ പ്രദേശങ്ങളിലും കൂടുതലായി കാണുന്നു. പല നിറങ്ങളിൽ കാണപ്പെടുന്നു. വെനമില്ല. 1 മീറ്റർ വരെയാണ് സാധാരണ ശരീരനീളം. തല അണ്ഡാകൃതിയിലാണ് ഉണ്ടാവുക. മേൽചുണ്ടിൽ മധ്യത്തിലായി ലംബമായ ചെറിയൊരു വെട്ട് കാണാവുന്നതാണ്. ശരീരത്തിൽ കുത്തിട്ടതുപോലെയുള്ള അടയാളങ്ങൾ കാണാം. പെൺപാമ്പുകൾക്ക് ആൺ നീർക്കോലികളെക്കാളും ശരീരവലിപ്പം ഉണ്ടാകാറുണ്ട്. ജലത്തിനടിയിലൂടെയും ഉപരിതലത്തിലൂടെയും അതിവേഗത്തിൽ നീന്തുവാനുള്ള കഴിവുണ്ട്. പ്രധാന ഭക്ഷണം തവളകളും മത്സ്യവുമാണ്. മറ്റ് ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. മനുഷ്യർക്ക് നിരുപദ്രവകാരിയായ ജീവിയാണെങ്കിലും അപകടഘട്ടത്തിൽ പെട്ടെന്ന് പ്രകോപിപ്പിക്കപ്പെടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. അപകടഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തുടരെ കടിക്കുന്ന സ്വഭാവമുണ്ട്. ആക്രമിക്കുന്നതിന് മുൻപ് ശരീരം അല്പം പരത്തി മണ്ണിൽ ചേർന്നിരിക്കുന്ന സ്വഭാവം കണ്ടുവരുന്നു. ജലാശയങ്ങളുടെ സമീപത്തുള്ള പൊത്തുകളിലാണ് മുട്ടയിടുക. 50 മുതൽ 75 വരെ മുട്ടയിടുന്നു. മുട്ട വിരിയുവാൻ 2 മാസക്കാലം എടുക്കുന്നു. മഴക്കാലമാകുമ്പോഴേക്കും വിരിയത്തക്ക വിധത്തിലാണ് മുട്ടയിടുക. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ ചുമതല വഹിക്കുന്നവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് നീർക്കോലിയാണ്. അവർക്ക് ഇവിടുത്തെ താമസം, ഇവിടെയൊക്കെ ഈ അടുത്ത് താമസിക്കും. അപ്പോൾ അവർക്ക് ഇവിടുത്തെ ഏരിയയെക്കുറിച്ചൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ നീർക്കോലി ധാരാളമുണ്ട്. നീർക്കോലി വേറെ പ്രശ്നമുള്ള സാധനമല്ല. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും അങ്ങോട്ട് അപ്പുറത്തോട്ട് റിലീസ് ചെയ്യാൻ. അപ്പോൾ ഇദ്ദേഹത്തിനെ എടുത്ത് ഇവിടെയാണേ അങ്ങോട്ട് വിട്ടാൽ. അപ്പോൾ അവർ പറഞ്ഞു എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പെണ്ണാണ്, നോക്കിയുള്ളൂ, പെൺ നീർക്കോലിയാണ്. എൻ്റെ വയറ് ഫ്ലാറ്റായിട്ടിരിക്കുന്നുണ്ട്. പെണ്ണാണ്, ഫീമെയിലാണ്. അപ്പോൾ നമ്മളെന്തായാലും അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുകയാണ്. നമുക്കൊരു സന്തോഷമായി. നമ്മൾ അതിനെ അങ്ങ് വിടുകയാണ്. അപ്പോൾ അത് ഈ തോടുള്ള വെള്ളമുള്ള സ്ഥലമല്ലേ, അപ്പോൾ അങ്ങ് പോവും. അവനെ നമ്മൾ ശല്യപ്പെടുത്തേണ്ടതില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ചാക്കയിൽ നിന്ന് ടാങ്കിൽ നിന്ന് എടുത്ത് അതിൽ നമ്മൾ തുറന്നുവിട്ട് റിലീസ് ചെയ്ത് നമ്മുടെ നീർക്കോലിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര വികാസ് നടന്ന് കിണറ്റിൽ നിന്ന് പിടികൂടിയ മൂർഖൻ അതിഥിയുടെയും നമ്മുടെ ചാക്കയിൽ പണി നടക്കുന്ന സൈഡിൽ എന്താ പറയുക സെപ്റ്റി ടാങ്കിൻ്റെ പുതിയ ടാങ്കിൽ നിന്ന് പിടികൂടിയ നീർക്കോലി അതിഥിയുടെയും അല്ലെങ്കിൽ ചെക്കയുടെ കീൽബാക്ക് സ്നേക്കിൻ്റെ അല്ലെങ്കിൽ പൊളവൻ്റെയും നമ്മളെ 2 അതിഥികളും വിശേഷങ്ങളും നമ്മളെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെയും നന്ദി, നമസ്തേ.